വീട്ടിൽ മുടി കളറിയാൻ വേണ്ടി പോയിട്ട് പണി പാളിയ കഥ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ആ തകരാറ് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഈഗോ വല്ലാതെ ഹേർട്ടായി. ഇനി മുടി കളർ ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നുള്ള സീനായിരുന്നു. കുറച്ച് ദിവസമേ ഹേർട്ടായി ഇരിക്കുന്നത്. സമയമില്ലാഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്തായാലും ഒറ്റ മൈൻഡ് വെച്ച് അങ്ങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചേച്ചിയും കൂടി അടുത്തുള്ള പാർലറിൽ പോയി വീട്ടിൽ വെച്ച് പാളിപ്പോയ കളർ തന്നെ അടിച്ചേക്കാമെന്ന് കരുതി അവിടെ ചെന്നു കളർ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. അവർ കുറേ കളർ റെഫറൻസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം കാരണം അത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 8 സ്ട്രീക്കൊക്കെ മതി എന്നാണ് ഞാനവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ബാക്കിലൊക്കെ കുറച്ച് ഉള്ളുള്ളത് കൊണ്ട് അവർ പറഞ്ഞൊരു 10 വേണ്ടി വരുമെന്ന്. ഞാൻ 10 വേണ്ടി വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് നിൽക്കുമായിരുന്നു. കുറച്ചാളുകൂടി കഴിഞ്ഞെങ്കിൽ അതുപോലും വേണ്ടി വരില്ലായിരുന്നു. കാരണം ഒരു സൈഡിൽ നിന്ന് കഷണ്ടി ആയി തുടങ്ങിയിട്ടുണ്ട് ഹോസ്റ്റലിലെ വെള്ളം കാരണം. അങ്ങനെ അടിച്ചു വന്നപ്പോൾ 14 സ്ട്രീക്ക് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കണക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒരു മുടിയെല്ലാം സെറ്റ് ചെയ്ത് തന്നു. എനിക്ക് എന്തൊക്കെയോ പോലെ ആവുമായിരുന്നു. എന്തോ എനിക്കൊരു തൃപ്തികരമല്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ എൻ്റെ കൂട്ടുകാരത്തേക്ക് അയച്ചു കൊടുത്തു. അവളെന്താ പറഞ്ഞെന്ന് കേട്ടാലോ. ഇതും കൂടി കേട്ടപ്പോൾ തൃപ്തികരമായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഐഡിയ ഇപ്പോൾ എന്തുകൊണ്ട് ഒന്നും മിണ്ടാതെ പൈസയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ അടുത്ത് ബാക്ക് സൈഡൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് മാത്രം കുറച്ച് ഡാർക്കായി പോയോ എന്നൊരു ഡൗട്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായില്ലോ എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ആഗ്രഹങ്ങൾ നടത്തുന്നുണ്ടാവില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം കൈ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷിച്ചിട്ട് നാളെ കാണാം. അപ്പോൾ ടാറ്റ.